ഹലോ, നമസ്കാരം കേട്ടാ. എല്ലാവർക്കും സുഖല്ലേ? നമ്മള് നമ്മുടെ നാടും വീടും ഒക്കെ വിട്ടിട്ട് നമ്മൾ ഇവിടെ വരുന്നത് അല്ലെങ്കിൽ ഇങ്ങനത്തെ രാജ്യങ്ങളിൽ നമ്മൾ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നത് മെയിനായിട്ട് എല്ലാവരും പറയാം മക്കളുടെ നല്ല ഭാവി വെച്ചിട്ടാണ്. അപ്പൊ ഈ മക്കൾക്ക് നല്ല ഭാവി കൊടുക്കണ കൂട്ടത്തില് നല്ല സ്വത്തുക്കളും കൂടി കൊടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് സ്വന്തം ജീവിതം തൊലച്ച് കളയുന്ന എൻ്റെ ഒരു മാന്യ സുഹൃത്തിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യണത്. കാരണം വെച്ചെങ്കിൽ പുള്ളിക്കാരൻ ഒരു നോർത്ത് ഇന്ത്യൻ ആണ്. എൻ്റെ കൂടെ ട്രക്ക് ഓടിക്കുന്ന ഒരു അടിപൊളി മച്ചാനാണ്. സംഭവം പഞ്ചാബി ആണെങ്കിലും വളരെ സൽഗുണ സമ്പന്നനായിട്ടുള്ള ഒരു പഞ്ചാബിയാണ്. മനസ്സിലാവണ്ട, വെറുതെ എന്താ പറയാ അക്രി ഉക്രി ആളൊന്നല്ല, നല്ല നല്ല നീറ്റ് മനുഷ്യനാ. അപ്പൊ ഇയാൾക്കൊരു കുഴപ്പമുള്ള എന്താണെന്ന് വെച്ചെങ്കിൽ 10 പൈസ എവിടെ പോണോ അവിടെ പുള്ളി തിരുമ്പും. അതായത് ഞങ്ങളൊക്കെ സാധാരണ വണ്ടി ഓടിക്കാൻ പോകുമ്പോൾ ട്രക്ക് ഡ്രൈവേഴ്സിന് അറിയാം, നമ്മൾ വണ്ടി പെറ്റ് ബോട്ടിൽസ് 24ൻ്റെയും അങ്ങനെ 42 മേടിച്ചിട്ട് നമ്മൾ വണ്ടിയിൽ വെക്കുകയും ചെയ്യുക, എന്നിട്ട് നമ്മളത് കുടിക്കും എന്നുള്ളതാണ്. ഈ പുള്ളി അതല്ലേ ചെയ്യുക. ഈ പുള്ളി ഡെയിലി ഞങ്ങൾ യാർഡ് എത്തുമല്ലോ, അപ്പോൾ യാർഡിൽ ഇയാളൊരു 2-3 ലിറ്ററിന്റെ വലിയ ഒരു ജാറ് ഇയാളുടെ കയ്യിലുണ്ട്. ഓടി വന്നിട്ട് ആ സെക്യൂരിറ്റി ഇരിക്കുന്ന ഓഫീസിനകത്ത് കമ്പനി വെച്ചിട്ടുള്ള വെള്ളമുണ്ട്, അത് വേഗം വന്ന് എടുക്കും. ഏഹ് അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾ മോൺട്രിയാലിൽ പോവാം. ക്യുബക്കിലുള്ള കോസ്കോയിലേക്കും ബിയറിന് വില കുറവാണ്, വൈനിന് വില കുറവാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു ലോഡ് സാധനങ്ങൾ, ഈ ബിയറും വൈന് മാത്രമല്ല, വീട്ടിലേക്കുള്ള ഗ്രോസറി ആയിക്കോട്ടെ സകലമാന സാധനങ്ങളും വീക്കെൻഡ്സ് ആകുമ്പോൾ ഒരുമിച്ച് പറഞ്ഞ ആള് വെള്ളിയാഴ്ച ആകുമ്പോൾ പറയും നിങ്ങൾ വിട്ടോട്ടെ ഞാൻ വേറെ വഴിക്കാന്ന് പറയും. ഞങ്ങൾക്കറിയാം ഇത് പുള്ളി ഇങ്ങനെ മേടിക്കാനാ പോണേന്ന് അറിയാം. അങ്ങനെ പുള്ളി അങ്ങനെ ഗ്രോസറി മേടിക്കും. എല്ലാ ഫ്ലെയറുകളായിക്കോട്ടെ എന്ത് സാധനം എവിടെ സെയിലുണ്ടോ അവിടെ നമ്മുടെ ഈ ബഡി ഉണ്ടാവും. ഉടനടി വാട്സപ്പിൽ നമുക്ക് മെസ്സേജും വരും, ഇന്ന സ്ഥലത്ത് ഓഫർ ഉണ്ട് പൊക്കോളാൻ. ഏത് $10 സാധനം മേടിക്കാൻ വേണ്ടി ചിലപ്പോൾ $15 നമ്മൾ ഗ്യാസും കത്തിച്ച് പോകണം, എന്താവട്ടെ. അപ്പൊ പുള്ളി ഭയങ്കര പിശുക്കിന്റെ ഒരു അങ്ങേറ്റത്ത്, അതായത് ആളുടെ ട്രക്ക് എന്ന് പറഞ്ഞ ഒരു 25 വർഷം പഴക്കമുള്ള വെസ്റ്റേൺ സ്റ്റാറിന്റെ ഒരു ട്രക്കാണ് ഈ മനുഷ്യൻ ഓടിക്കുന്നത്. ഈ ട്രക്കിനകത്ത് AC എന്നുള്ള സാധനമില്ല. നമ്മൾക്ക് AC ഇട്ട് മര്യാദയ്ക്ക് ഓടിക്കുമ്പോൾ ഈ ആള് ഗ്ലാസും താഴ്ത്തിയിട്ടിട്ട് ഈ ചൂട്ടത്തിരുന്ന് മെനക്കെട്ടിരുന്ന് വണ്ടി ഓടിക്കും. രാത്രി കിടന്നുറങ്ങുമ്പോൾ ചില ദിവസം സംസാരിക്കുമ്പോൾ ഭയങ്കര കോൾഡ് ആയിരിക്കും, ഭയങ്കര ചൂടായിരുന്നു, ഉറങ്ങാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ മനുഷ്യൻ പറയാ. എന്നാലോ ഈ മനുഷ്യന്റെ കയ്യിലുള്ള വണ്ടികള് ഔഡിയുണ്ട്, ഭാര്യയ്ക്ക് ഒരു ബെൻസും ഉണ്ട്. അപ്പോ ഇയാള് വർഷത്തിലൊരിക്കൽ ആള് പിള്ളേരെയും കൊണ്ട് ഒരു ട്രിപ്പും പോകും. അപ്പൊ എനിക്കൊരു മനസ്സിലാവണില്ല, ഇയാൾ ഇത്രയും കിടന്ന് പിശുക്കണുണ്ട്, ഇയാൾ ഇത് ചെയ്യണമുണ്ട്. പുള്ളി, ഞാൻ ആ പിശുക്കിന്റെ ഒരു ഇതിലേക്ക് വരാം, ആ ഒരു ലെവലിലേക്ക് വരാം ഞാൻ. കാരണം വെച്ചാല് പുള്ളി ഒരു 5-6 കൊല്ലം മുമ്പ് ഒരു വീട് മേടിച്ചു. ഒരു വീട് മേടിച്ച് പുള്ളി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഉടനടി അടുത്ത വീട് മേടിച്ചു. 9.5 ലക്ഷത്തിന് അടുത്ത വീട് മേടിച്ചു ആള്. എനിക്ക് തോന്നുന്നത് 2-3 കൊല്ലം മുമ്പാ. അതാണ് മേടിച്ചു കഴിഞ്ഞ് അത് വാടകയ്ക്ക് കൊടുത്തു. മുകളിലും താഴെയായിട്ട്, മുകളിൽ വെള്ളക്കാര്, താഴെ പഞ്ചാബികള്, ഇന്ത്യൻസ്, അങ്ങനെയായിട്ട് അവർ വാടകയ്ക്ക് കൊടുത്തു, സുഖമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ അങ്ങനെ പോയി. ഇപ്പൊ എന്താ പറ്റിയെന്ന് വെച്ചെങ്കില് ഈ പ്രശ്നങ്ങൾ തുടങ്ങിയില്ല ഇവിടെ. സാമ്പത്തിക മാന്ദ്യവും പ്രശ്നങ്ങൾ തുടങ്ങി. ഈ മുകളിലത്തെ വെള്ളക്കാര് വാടക കൊടുക്കാണ്ടായി, അത് കേസായി. താഴത്തെ ആള് മാത്രം വാടക കൊടുക്കുന്നുണ്ട്. അപ്പൊ മുകളിലത്തെ വാടക കിട്ടാത്ത കാരണം കൊണ്ട് ഇവന്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് വേണം ഇപ്പോൾ ആ വീടിനും കൂടി മോർഗേജ് അടയ്ക്കാനായിട്ട്. അപ്പൊ പുള്ളി നല്ല പരുങ്ങല്ല. അപ്പൊ പുള്ളി എന്നോട് സംസാരിച്ചു പറഞ്ഞു, ദിവസം ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇത് വൃത്തികെട്ട രാജ്യമാണ്, ആൾക്കാരെ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളില്ല, കള്ളന്മാരാണ്, എനിക്ക് ഇതുണ്ട് അപ്പടി ഇപ്പിടി കൊണ്ട് പറഞ്ഞു. ഞാൻ കുറച്ച് ചോദിച്ചു, ബൈ ഇന്ന് എത്ര കഷ്ടപ്പെട്ട് രണ്ടാമത്തെ വീട് വെക്കണ, അത് വിറ്റ് കളഞ്ഞൂടെ? നീ എന്ത് വർത്തമാനം പറയണ ജയ്സ, എൻ്റെ രണ്ടാമത്തെ മോന് വേണ്ടി ഞാൻ മേടിച്ച വീടാണത്. അതായത് 2 ആൺപിള്ളേരുള്ള ഈ മനുഷ്യൻ ആദ്യത്തെ വീട് മേടിച്ചു മൂത്ത മോന്, രണ്ടാമത്തെ വീട് രണ്ടാമത്തെ മോന്. ഈ പിള്ളേരെ എത്ര ആലോചിക്കണട്ടാ, മൂത്ത മോൻ +1 ആയിട്ടുള്ളൂ, രണ്ടാമത്തെ ചെറിയ ചെക്കനാ, 5ാം ക്ലാസ്സിൽ പഠിക്കണുള്ളൂ. അവനുള്ള വീടാണ് ഇപ്പൊ മേടിച്ചു വെച്ചേക്കണേ. എന്നിട്ട് എന്നോട് പറയാണ്, നമ്മൾ വന്ന് സ്ട്രഗിൾ ചെയ്ത പോലെ നമ്മുടെ മക്കള് സ്ട്രഗിൾ ചെയ്യാനായിട്ട് നമ്മൾ അനുവദിക്കരുത്. അപ്പൊ ഞാൻ ആകെ ഇതായി. എന്നിട്ട് പുള്ളി എന്റെ കൂടെ ഒന്നുകൂടിയും പറഞ്ഞു, എന്റെ ശരിക്കും എന്നെ ഞെട്ടിച്ചൊരു വീഡിയോ, അല്ല സോറി വീഡിയോ അല്ല, ഒരു കാര്യം. അതായത് ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി പിള്ളേർക്ക് ഒരു ബിസിനസ്സും കൂടി തുടങ്ങി കൊടുക്കണം. അപ്പൊ ചോദിച്ചാൽ എന്തിനാ? അല്ല അപ്പൊ ആകുമ്പോ ഒരു ഫാമിലി ഓറിയന്റഡ് ബിസിനസ്സും കൂടി ആയി കഴിഞ്ഞാല് പിന്നെ എനിക്ക് റിട്ടയർ ആവാം. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചു, അങ്ങനെയാണ് നീ റിട്ടയർ ആവില്ല, നേരെ നീ മുകളിലേക്ക് പോകുന്നത്. കാരണം ഇപ്പൊ തന്നെ അവനില്ലാത്ത അസുഖങ്ങളില്ല. ഈ പറഞ്ഞമാതിരി ഈ ചൂട്ടത്തിരുന്ന് വണ്ടി ഓടിച്ചിട്ടും പിടിച്ചിട്ടും അങ്ങോട്ട് എന്താ പറയാ, സ്വയം അങ്ങോട്ട് ഉരുകി തീരാണ്. ഇതാണ് ജീവിതം എന്നാണ് ഇദ്ദേഹം ധരിച്ചു വെച്ചിരിക്കണേ. ഇദ്ദേഹത്തിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഒരു വാരിപ്പെട്ട എല്ലാ മലയാളികൾ ഇതിനെ കാണിക്കണേ, ഞാൻ ഉൾപ്പെടെ. മക്കൾക്ക് വേണ്ടി എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്തിട്ട് നമ്മളെ കൊണ്ട് പറ്റാത്തൊരവസ്ഥ വരുമ്പോ
കെടുന്ന് നമ്മൾ നരകിക്കും. അപ്പോഴും നമ്മൾ പറയും മക്കൾക്ക് വേണ്ടിയിട്ടാന്ന് പറയും. ഈ പറഞ്ഞ എൻ്റെ കൂട്ടുകാരനുണ്ടല്ലോ, നേരിട്ട് നാട്ടിൽ നിന്ന് വന്നതല്ല. ഇവൻ അയർലൻഡിലായിരുന്നു ആദ്യം. അയർലൻഡിൽ പോയിട്ട് അവിടെ അത്യാവശ്യം കറങ്ങി അടിച്ചിട്ടാണ് പിന്നെ നാട്ടിൽ പോയിട്ടാണ് പിന്നെയാണ് പുള്ളി കാനഡയ്ക്ക് വന്നത്. അവൻ്റെ വൈഫ് എന്തോ പാർട്ട് ടൈം ആയിട്ടൊരു ജോലിയും കൂടി ചെയ്യുന്നുണ്ട്. ഇത് എന്താ പറയാ, വണ്ടി ഒരു ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റണില്ല. ഈ 2 വീടിന്റെ മോർഗേജും ഇത്തരം പ്രശ്നത്തിലും മക്കൾക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് കടിപിടി എന്താ പറയാ പിടിച്ചു കിടക്കാന്ന് പറയില്ലേ. നമ്മൾ ചില കേസിൽ പറയും കുട്ടികൾക്ക് അറിയില്ല. കുഞ്ഞു കുട്ടികളുണ്ടല്ലോ, അവര് മുടി ഇങ്ങനെ ഉറക്കം വരുന്ന സമയത്ത് മുടി ഇങ്ങനെ പിടിച്ചിട്ട് കിടന്ന് കരയും. അപ്പോ ശരിക്ക് മുടി പിടിച്ച് വലിക്കുമ്പോൾ വേദനിച്ചിട്ട് കിടന്ന് കരയണേ, ഈ സാധനം ഒന്ന് വിട്ടാൽ മതി, വേദനയുടെ പ്രശ്നം അവിടെ നിൽക്കുക, സോഴ്സ് അവിടെ അവസാനിച്ചു. പക്ഷെ അത് ചെയ്യില്ല. എന്നിട്ട് അത് പിടിച്ചു വലിച്ചു കിട്ടുന്ന കരഞ്ഞ് 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 തളർന്ന് ഉറങ്ങിപ്പോവും. എന്ന് ചെയ്യണ മാതിരി നമ്മളെ കൊണ്ട് ചില കാര്യങ്ങള്, ചില സാധനങ്ങൾ നമ്മൾ ഈ സിഗ്നലിന്റെ കാര്യം പറഞ്ഞ മാതിരിയാ. ചില സാധനത്തിൽ നമ്മൾ യെല്ലോ ലൈറ്റ് ആവുമ്പോൾ നമ്മൾ അങ്ങ് സ്റ്റോപ്പ് ചെയ്യണം. റെഡ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ചില സാധനങ്ങൾ നമ്മൾ കയ്യിൽ വെച്ചിട്ട് നമ്മൾ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ വേറൊരു കൂട്ടുകാരൻ അവ ഇതുപോലെ തന്നെ പറഞ്ഞെന്ന് വെച്ചെങ്കിൽ, ഞാൻ മരിക്കുന്നത് വരെ ഞാൻ റെക്കോർഡ് ചെയ്യും, മരിക്കുന്നത് വരെ ഞാൻ റെക്കോർഡ് ചെയ്യും. അപ്പൊ അത് എന്തിനാണ്? അവന് 2 വീടുണ്ട്. ഒരു വീട് ഓൾറെഡി പേ ഓഫ് ഔട്ടായി കഴിഞ്ഞു, ഒരെണ്ണം കൂടി ഉള്ള അടുത്തത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെന്താ അങ്ങനെ? അങ്ങനെയല്ല, റിട്ടയർ ചെയ്തിട്ട് എന്ത് ചെയ്യാനാ? റിട്ടയർമെന്റിൽ എന്ത് ചെയ്യാനാന്ന് ഞാനോട് പറഞ്ഞു. എടാ പൊട്ടാ, റിട്ടയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാണ്ടിരിക്കാനാണ്. ആ ഒരു ഇതിനെ പറയണ റിട്ടയർമെന്റിന്ന്. ഒരു വീട് പേ ഓഫ് ആയിട്ട് കിടപ്പുണ്ട്, ഒരെണ്ണത്തിന് മാത്രം മോർഗേജ് ഉള്ളൂ, ഒരെണ്ണം വിറ്റ് കയ്യിൽ കാശാക്ക്, ശിഷ്ട ജീവിതം ഒന്ന് ജീവിക്ക്. അത് പറ്റില്ല ഭായി, ഇതിങ്ങനെ ശീലായി. ഇങ്ങനെ നമ്മള് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് മെനക്കെട്ട് കാനഡ, അമേരിക്ക, ഓസ്ട്രേലിയ എവിടേക്കും പോയിട്ട് നമ്മൾ കുറേ കഷ്ടപ്പെട്ട് കുറേ എന്തിനോ വേണ്ടി നമ്മൾ കിടന്ന് ഓടും. അവസാനം നമ്മൾ അങ്ങ് ചത്തുപോകും. ഇനി ഒരു പരിധി വിട്ടിട്ട് കഷ്ടപ്പെടാത്ത സാധനങ്ങൾ, അതിന്റെ അധ്വാനത്തിന്റെ വില അറിയാതെ നമ്മൾ മക്കൾക്ക് ഈ സാധനം കൊടുത്തു കഴിഞ്ഞാൽ അവർ നന്നാവും എന്നുള്ള പ്രതീക്ഷ ഉണ്ടാ. ഞാനിപ്പോ ഈ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്ന് വെച്ച് പണക്കാര മക്കളേക്കും അങ്ങനെ നല്ല എന്താ പറയാ പൂർവിക സ്വത്ത് കിട്ടുന്നവർക്ക് നശിച്ചു പോവാണോ? ഒരിക്കലും അല്ല. ഞാൻ പറഞ്ഞ ഇതൊരു പോസിബിലിറ്റിയാണ്. ചില ആൾക്കാർക്ക് മക്കൾക്ക് 1 വീടല്ല 2 വീടും 4 വീടും വരെ മേടിച്ചു കൊടുക്കാനുള്ള പ്രാപ്തിയുള്ള ആൾക്കാരുണ്ടാവും. അവരത് ചെയ്തോട്ടെ. അതും പറഞ്ഞിട്ട് ഒരെണ്ണം തന്നെ കൊണ്ടു നടക്കാനായിട്ട് നമ്മളെ കൊണ്ട് ചക്രശ്വാസം വലിക്കുന്ന സമയത്ത് 2ഉം 3ഉം അപ്പുറത്തുള്ള മേടിച്ചു, എന്നാൽ മക്കൾക്ക് വേണ്ടി ഇത് ചെയ്തു കൊടുത്താലേ ഞാനൊരു അപ്പനാവുള്ളൂ അല്ലെങ്കിൽ ഒരു അമ്മയാവുള്ളൂ എന്നും പറഞ്ഞിട്ട് സ്വയം ഉരുകിത്തീരാനായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്നത് മണ്ടത്തരാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ പറയാ. ഇത് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട്, പുള്ളിയുടെ കൊച്ച് US ഡോക്ടറാൻ പഠിക്കാൻ വേണ്ടി പോയതാ. അപ്പോൾ കാനഡയിലത്തെ ഒരുമാതിരി കുട്ടികളൊക്കെയും പഠിക്കാൻ പോണത് അമേരിക്കയിലേക്കാണ്, പ്രത്യേകിച്ച് മെഡിസിന്. ദൈവം തമ്മിലെ സഹായിച്ചിട്ട് ഈ പോണ പിള്ളേരിൽ 100 എണ്ണം പോയി കഴിഞ്ഞാൽ 90 എണ്ണം ഈ പറഞ്ഞ അമേരിക്കയിൽ സെറ്റിൽ ആവും. അപ്പൊ ഈ പുള്ളിയുടെ മകനോട് പറഞ്ഞു, പഠിപ്പെല്ലാം കഴിയുമ്പോൾ നീ ഇങ്ങോട്ട് പോന്നോന്ന് പറഞ്ഞു. ചെക്കൻ പഠിപ്പെല്ലാം കഴിഞ്ഞ് നിൽക്കണ അവസ്ഥയാണ്, 2 മാസം കഴിഞ്ഞെല്ലാം കഴിയും. ചെക്കൻ പറഞ്ഞു, ഞാൻ വരില്ല, ഒറ്റ മോനുള്ളൂട്ടാ, ഞാൻ വരില്ല. നിങ്ങൾ വേണമെങ്കിൽ ഇതൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് പോന്നോ, എനിക്കിവിടെ ഒന്നും കിട്ടാനില്ല. അപ്പോൾ ഇവിടെ 2 വീടുണ്ട്, ആ വീട് എന്താ ചെയ്യണ്ടേ? വീടെന്താ വെച്ചാൽ ചെയ്തോ, അത് നിങ്ങളുടെ വീടല്ലേ, ഇറ്റ്സ് യുവർ ഹൗസ് നോട്ട് മൈൻ. നിങ്ങളുടെ ഹൗസാ, എന്താ വെച്ചാൽ കാണിച്ചോ, അവിടെ വേണം. ഇവിടുത്തെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ നമ്മളെക്കാട്ടും അവർക്കറിയാം സ്വന്തമായിട്ട് ഏൺ ചെയ്യാനും എല്ലാം ചെയ്യേണ്ട അവർക്കറിയാം. നമ്മളവർക്ക് കൊടുക്കേണ്ടത് നല്ലൊരു പേഴ്സണാലിറ്റി എന്നുള്ള സാധനമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ എൻ്റെ ആംഗിളിലൂടെ നോക്കി കാണുമ്പോൾ ഞാൻ മാത്രം പറയുന്നതാണ് ശരിയെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ നമ്മൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യുക, അതായത് നമ്മൾ ഒരാളും മാത്രം വീട്ടിന് വേണ്ടിയിട്ട് നമ്മൾ പാരൻസ് മെഴുകുതിരി പോലെ ഉരുകി ഇല്ലാണ്ടായിട്ട് അവസാനിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഒരുപാട് ആൾക്കാർ ഇപ്പോൾ സത്യം പറഞ്ഞാൽ പെട്ട് കിടക്കുന്നുണ്ട്. 2ഉം 3ഉം വീടൊക്കെ മേടിച്ചിട്ട്. വേറൊരു ഫാമിലി ആരും സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് അവര് 3 മക്കൾക്ക് വേണ്ടിയിട്ട് 3 വീട് മേടിച്ചു. ഇപ്പോൾ ഒരു വീട്ടില് എല്ലാ മക്കളും കൂടി താമസിക്കുന്നുണ്ട്, ബാക്കി 2 വീട് വാടകയ്ക്ക് കൊടുത്തേക്കുക. കാരണം ഈ മക്കളൊന്നും കല്യാണം കഴിക്കുകയോ വേറെ അങ്ങനെ പോവാൻ അവർ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ ഇതൊന്നും അറിയാതെ ഈ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് വീട് മേടിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ലൈഫ് കളയുന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോ കേട്ടോ. കാരണം ഇതൊക്കെ നമ്മൾ ചെയ്തിട്ട് നമുക്ക് വേണ്ടി ജീവിക്കാനായിട്ട് നമ്മൾ മറന്നു പോകും. ഉത്തരവാദിത്തങ്ങൾ തോളത്ത് വന്ന് പതുക്കെ നമുക്ക് അത് കൊണ്ടു നടക്കണം എന്നുള്ളതാ.
ഈ ലോകത്ത് കുറേ സാധനങ്ങളുണ്ട് നമുക്ക് കാണാനും ആസ്വദിക്കാനൊക്കെ ആയിട്ട്. ഒരുത്തിക്ക് നമ്മളെത്തില്ല. അപ്പോൾ അങ്ങനെ വേണോ വേണ്ടെന്നുള്ളത് അവനവൻ തീരുമാനിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ശരി.